മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്, മാനസികമായിട്ടുള്ളത്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു പ്രതീക്ഷയുണ്ട്, സംഘടനയ്ക്കൊരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എക്സ്പെക്ടേഷൻ. ആ പ്രതീക്ഷയാണ് ഒരു പക്ഷേ, ആഗ്രഹമാണ്, ഇച്ഛാശക്തിയൊക്കെയാണ് ഒരു മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അധികം സഹായിക്കുന്നത്. ഈ പ്രതീക്ഷയിൽ തന്നെ രണ്ട് ഭാഗമുണ്ട്. ബോണ്ടേജ് ഉള്ള പ്രതീക്ഷ, ബോണ്ടേജ് ഇല്ലാത്ത പ്രതീക്ഷ. കുറച്ചും കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞാൽ, ബോണ്ടേജ് ഉള്ള പ്രതീക്ഷ, അറ്റാച്ച്മെന്റ് ഉള്ള പ്രതീക്ഷ. അറ്റാച്ച്മെന്റ് ഉള്ള പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഈ പ്രതീക്ഷയോട് നല്ല ബന്ധം നമുക്കുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രതീക്ഷ നിറവേറ്റാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി മാനസികമായിട്ട് പ്രതീക്ഷയോടുകൂടി പോവാം. ബോണ്ടേജ് അല്ല, അറ്റാച്ച്മെന്റ്, ബന്ധമുണ്ട്. മറ്റേ പ്രതീക്ഷ ബോണ്ടേജ് ആണ്, ബന്ധനമാണ്. ഒരു പ്രതീക്ഷ ബന്ധനമാണ്, മറ്റേത് ബന്ധമാണ്. അറ്റാച്ച്മെന്റ് ഉള്ള പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ വിത്ത് അറ്റാച്ച്മെന്റ്, എക്സ്പെക്ടേഷൻ വിത്ത് ബോണ്ടേജ്. അപ്പൊ ബന്ധനത്തോടു കൂടിയ പ്രതീക്ഷയ്ക്കുള്ള പ്രോബ്ലം, ആ പ്രതീക്ഷ ബൈ ചാൻസ് നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ കുറേയധികം ദുഃഖമുണ്ടാവും, തളർച്ചയുണ്ടാവും. പക്ഷെ ബന്ധമാണ് ഉള്ളതെങ്കിൽ അത്രയും ദുഃഖവും അത്രയും തളർച്ചയുണ്ടാവില്ല. ഈ പ്രതീക്ഷ സാധാരണയിൽ കവിഞ്ഞുള്ളതാണെങ്കിൽ പരിധിക്കപ്പുറം പ്രതീക്ഷിക്കല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്ക് ദരിദ്രനായിരിക്കുക, വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനെ കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവൻ മൂഢനാണ് എന്ന് വിതുരൻ പറയാറുണ്ട്. ദരിദ്രനായിരിക്കുന്നത് തെറ്റല്ല, ഒന്നും ചെയ്യാതെ വലിയ കൊട്ടാരം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നതാണ് ചിലപ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേസമയത്ത് ദരിദ്രനായിരിക്കുക, ദാനശീലനായിരിക്കുക, അതും വിതുരൻ പറയുന്നുണ്ട്. അത് ഏറ്റവും മഹത്വമേറിയ കർത്തവ്യമാണ്. നമ്മളുടെ വിഷയം അതല്ല, പ്രതീക്ഷിക്കുക, എക്സ്പെക്ടേഷൻ. അത് വ്യക്തിയുടെ നന്മ, സാമ്പത്തികമായിട്ടുള്ള പ്രതീക്ഷ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രതീക്ഷ, ജോലി ലഭിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷ, വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. ചെറിയ പ്രതീക്ഷകളും വലിയ പ്രതീക്ഷകളുമുണ്ട്. ഈ പ്രതീക്ഷകളെല്ലാം നമ്മൾ ബന്ധത്തോടുകൂടി നിലനിർത്തുന്നു എങ്കിൽ ആ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കിട്ടിയാൽ നല്ല സന്തോഷം ഉണ്ടാവും. ഇപ്പുറത്ത് കിട്ടിയാൽ വലിയ ദുഃഖം ഉണ്ടാവില്ല. പക്ഷെ ബോണ്ടേജോടുകൂടിയ, ബന്ധനത്തോടുകൂടിയ പ്രതീക്ഷ ഉദ്ദേശിച്ച അത്രയും ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പലപ്പോഴും പലരും തകർന്നു പോകും, തളർന്നു പോകും, ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കും. കാരണം ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചു, ഫസ്റ്റ് ക്ലാസ്സേ കിട്ടിയുള്ളൂ. ഇവിടെ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അത് ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. 10 റാങ്കിന്റെ ഉള്ളിൽ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ കുറച്ച് താഴ്ന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ വളരെ ഉയരത്തിൽ കിട്ടുമ്പോഴും അതിനേക്കാൾ ഉയരത്തിൽ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും. പക്ഷെ പ്രതീക്ഷയുടെ ലെവൽ വളരെ കൂട്ടുന്നതിനനുസരിച്ച് പ്രതീക്ഷ വിഫലമാവാനുള്ള സാധ്യതയുണ്ട്. 2.5 മീറ്റർ ഹൈ ജമ്പ് ചാടുമെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് 2 മീറ്റർ 50 സെന്റിമീറ്റർ, 250 സെന്റിമീറ്റർ ആണ് പ്രതീക്ഷിക്കുന്നത്. സാധ്യത അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ചിലപ്പോൾ 2 മീറ്റർ 25 സെന്റിമീറ്റർ ആണെങ്കിൽ സാധ്യത വളരെ കൂടുതലുണ്ട്. 2 മീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്.
2 മീറ്റർ ആണെങ്കിൽ കുറെ കൂടി സാധ്യതയുണ്ട്. വളർച്ചയ്ക്ക് നിരന്തരം ഉയർത്തണമെന്നേ ഉള്ളൂ, ഉയർന്നത് മാത്രം സ്വീകരിക്കണമെന്നില്ല. 2.5 മീറ്റർ ആണ് ടാർജറ്റ് എന്നുള്ളതിന് പകരം ആദ്യം 2 മീറ്റർ, പിന്നെ 2 മീറ്റർ 10 സെന്റിമീറ്റർ, പിന്നെ 220 സെന്റിമീറ്റർ, 230 സെന്റിമീറ്റർ, 240, അതാണ് വളർച്ച. പക്ഷെ 2.50 പ്രതീക്ഷിച്ചിട്ട് അത്രയും ചാടിയില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുന്ന ആ രീതിയിലുള്ളതിനെയാണ് ബോണ്ടേജ് ഉള്ള പ്രതീക്ഷ എന്ന് പറയുക. ഞാൻ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചത് 200 സെന്റിമീറ്റർ, പിന്നെ 205 ആക്കി, 210 ആക്കി. എനിക്ക് തോന്നുന്നു 225 ചാടാൻ സാധിക്കുമെന്നാണ്. ഇത് അറ്റാച്ച്മെന്റ് ഉള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിന്റെ ലെവൽ കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് കൂടുതലിന് വേണ്ടി പ്രവർത്തിക്കുക. പ്രതീക്ഷിക്കുന്നതിന്റെ ലെവല് കുറയ്ക്കുക, കൂടുതലിന് വേണ്ടി പ്രവർത്തിക്കുക. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭുക്ഷ്യതേ മഹീം. ഹേ അർജുന, നീ യുദ്ധകളത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ ചിലപ്പോ പരാജയപ്പെട്ടു എന്ന് വരും. അതൊക്കെ യുദ്ധത്തിന്റെയും ജീവിതത്തിന്റെയും അവിഭാജ്യ ഘടകമാണ്. ജയവും പരാജയവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പൂക്കും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ നീ അറിഞ്ഞു വേണം മുമ്പോട്ട് പോകാൻ. ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും. വിജയിച്ചാൽ ആ വിജയത്തിലൂടെ നിനക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും നീ അനുഭവിക്കുക. പരാജയപ്പെട്ടാൽ നീ ചെയ്യേണ്ട കർത്തവ്യം ധന്യമായിട്ട് ചെയ്തു എന്ന് ഉത്തമ വിശ്വാസത്തോടുകൂടി മുന്നേറുക. നീ ചെയ്യേണ്ട കർത്തവ്യം നീ ചെയ്തു എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി നീ സന്തോഷിക്കുക. അപ്പൊ പരാജയപ്പെട്ടാലും സന്തോഷമുണ്ട്. എന്താ കാരണം എന്നറിയോ? ചെയ്യേണ്ട ദൗത്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ള വിശ്വാസം. മറ്റേത് ബോണ്ടേജ് വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് ചെയ്തിട്ട് ഞാൻ വിജയിച്ചില്ലല്ലോ എന്ന, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയില്ലല്ലോ എന്ന ദുഃഖം ഉണ്ടാവും. അപ്പൊ പ്രതീക്ഷിക്കുന്നത് ഒരു ലിമിറ്റിൽ വെക്കുക, പ്രവർത്തിക്കുന്നത് ലിമിറ്റില്ലാതെ ചെയ്യുക. പ്രണാമം, നമസ്കാരം.